ഹലോ സ്റ്റുഡൻസ്, ചാപ്റ്റർ 2വിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള റിവിഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമാണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഹാർട്ട് അതുപോലെ തന്നെ ബ്ലഡ് സെൽസ് അതുപോലെ തന്നെ പ്ലാന്റ്സിലെ കണ്ടക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സൈലം ഫ്ലോയം ഇവയെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. പ്ലാസ്മയിൽ പ്രസൻറ്റ് ആയിട്ടുള്ള ആൽബമിൻ്റെ ഫംഗ്ഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും റൈറ്റ് ആൻസർ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ടു റെഗുലേറ്റ് ബ്ലഡ് പ്രഷറാണ്. ടു റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ. അപ്പം നിങ്ങൾ എന്തും കൂടി ചെയ്യണം, ബ്ലഡ് ക്ലോട്ടിനും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ടിനും ഹെൽപ്പ് ചെയ്യുന്ന എലമെൻസിനെയും കൂടി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനിയുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്നുള്ളതാണ്. White blood cells play a crucial role in immunity, helping to protect the body against infection and disease. Okay, അപ്പോൾ ഈ ആൻസർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഒരു 2 മാർക്സിനോ 1 മാർക്കിനോ എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എഴുതണം. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്ലാസ്മയിലുള്ള ആൽബമിൻ്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രക്തത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആൽബമിൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ ഇതിൻ്റെ എല്ലാം ഫംഗ്ഷൻ നിങ്ങൾ ഈ ആൻസറുമായി കമ്പയർ ചെയ്ത് പഠിക്കണം. ഓക്കെ, ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പഠിക്കണം. ഓക്കെ, ഇനി ഒരു ഹ്രസ്വചോദ്യം ചോദിച്ചിരിക്കുന്നത് ക്ഷേതരക്താണുക്കളുടെ ധർമ്മം എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു രോഗപ്രതിരോധ ശേഷിയാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ വരികയാണെങ്കിൽ ആ അണുബാധയിൽ നിന്നൊക്കെ ഈ ക്ഷേതരക്താണുക്കൾ ഒരു പരിധിവരെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഈ ആൻസറും കൂടി ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഒരു 2 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ആൻസർ കണ്ടതാണ്, പക്ഷേ അത് ചോദിച്ചിരിക്കുന്ന രീതി വേറെയാണ്. ഓക്കെ, ഫില്ലിങ് ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ആൽബമിനാണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഓക്കെ, ഇനിയുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് കോമ്പണൻസ് ഓഫ് ബ്ലഡ് വിത്ത് ദെയർ ഫങ്ഷൻസ്. ഓക്കെ, അതായത് ബ്ലഡ് റിലേറ്റ് ചെയ്തിരിക്കുന്ന പല എലമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസുമായിട്ട് അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, അതിന് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? യെസ്, ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഇമ്മ്യൂണിറ്റി ഉണ്ട്, ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ ഉണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി നേരത്തെ ക്വസ്റ്റ്യൻസിലെല്ലാം ഇതിലെ ആൻസർ ആയിട്ട് വരുന്ന ഭാഗം കണ്ടതാണ്. ഓക്കെ, നമുക്കിനി ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് മാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് RBCൻ്റെ ഫംഗ്ഷൻ അഥവാ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? യെസ്, ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ശരിയല്ലേ? ഓക്കെ, ഇനി WBCൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടു, ഇമ്മ്യൂണിറ്റിയാണ്. ഇനി പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫംഗ്ഷൻ ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. അതുപോലെ തന്നെ പ്ലാസ്മ പ്രോട്ടീൻസ്, അത് 3 ഉണ്ട്, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, അതിന് ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ ഈ കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ, ഇമ്മ്യൂണിറ്റി ആൻഡ് ബ്ലഡ് ക്ലോട്ടിംഗ്. ഓക്കെ, ആൻസർ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഫില്ലിങ് ദ ബ്ലാങ്ക്സിൽ നമ്മൾ ഫില്ല് ചെയ്തത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത് ആൽബുമിനാണ്. അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റുകൾ, പിന്നെ വരുന്നത് പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന വിവിധ പ്രോട്ടീനുകളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ധർമ്മമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ചുവന്ന രക്താണുക്കളുടെ ധർമ്മം എന്ന് പറയുന്നത് ഓക്സിജൻ്റെയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനമാണ്, ഓർമ്മിച്ച് വെക്കണേ. ഇനി ശ്വേതരക്താണുക്കൾ അവർ പ്രതിരോധത്തിന് വേണ്ടി സഹായിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന അണുബാധ, അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി ശ്വേതരക്താണുക്കൾ സഹായിക്കുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്മ പ്രോട്ടീനുകളായിട്ടുള്ള ആൽബുമിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബുലിൻ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാനും ആൻഡ് ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ എല്ലാ ധർമ്മങ്ങളും ഓർത്ത് വെക്കണം. നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കണ്ട് നോക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ടേം ഫോർ ദ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ദാറ്റ് ഡ്രെയിൻസ് ബിറ്റ്വീൻ സെൽസ് ത്രൂ സ്മോൾ ഓപ്പണിങ്സ് ഇൻ ദ ബ്ലഡ് കാപ്പിലറീസ് വാൾ? ഓക്കെ, നിങ്ങൾക്കറിയാം ബ്ലഡ് വെസലിൽ നിന്നും പുറത്തേക്ക് ഊസ് ഔട്ട് ചെയ്തിറങ്ങുന്ന ഫ്ലൂയിഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ടിഷ്യൂ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ഡിസ്ക്രൈബ് ദ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് സെൽസ് ത്രൂ ടിഷ്യൂ ഫ്ലൂയിഡ്. ഇനി എങ്ങനെയാണ് ഈ എക്സ്ചേഞ്ച് പോസിബിൾ ആക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ ബ്ലഡ് ഡിഫ്യൂസ് ഇൻ ടു ടിഷ്യൂ ഫ്ലൂയിഡ് വിച്ച് ദെൻ സ്പ്രെഡ്സ് ടു സെൽസ്. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം സെൽ ഡിഫ്യൂസ് ഇൻ ടു ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ദെൻ ഇൻ ടു ബ്ലഡ് സ്ട്രീം. ഓക്കെ, ആ ഒരു ട്രാവലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓക്സിജൻ്റെയും ന്യൂട്രിയൻസിൻ്റെയും സെല്ലിനകത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സെല്ലിൻ്റെ പുറത്തേക്കുമുള്ള ട്രാവലിനെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഒരു 2 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും അതായത് രക്തക്കുഴലുകളിൽ നിന്നും കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തേക്ക് ഒഴുകി ഇറങ്ങുന്ന
ദ്രാവകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടിഷ്യൂ ദ്രാവകമാണ് ആൻസർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത് എന്താണ് ഈ ടിഷ്യൂ ദ്രാവകത്തിൻ്റെ, എന്താണ് ഈ ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ധർമ്മം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്? അതെ, ഓക്സിജനെയും അതുപോലെ തന്നെ പോഷകങ്ങളെയും സെല്ലിൽ എത്തിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ സെല്ലിൽ നിന്നും പുറത്തേക്ക് വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ റിസീവ് ചെയ്ത് സ്വീകരിച്ച് അതിനെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയാനുമുള്ള സഹായം ചെയ്തു നൽകുന്നത് ഈ ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെയും കൂടെ ഹെൽപ്പോട് കൂടിയാണ്. അത് ആരാണ് നിർവഹിക്കുന്നത്? രക്തമാണ് നിർവഹിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? രക്തത്തിൽ നിന്നുള്ള ഓക്സിജനും പോഷകങ്ങളും ടിഷ്യൂ ദ്രാവകത്തിലേക്ക് വ്യാപിക്കുന്നു. അത് പിന്നീട് കോശങ്ങൾക്കുള്ളിലേക്ക് എത്തുന്നു. ഓക്കെ, കോശങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇനി കോശങ്ങളിൽ നിന്നുമുള്ള കാർബൺ ഡൈ ഓക്സൈഡും മാലിന്യ ഉൽപ്പന്നങ്ങളും ടിഷ്യൂ ദ്രാവകത്തിലേക്കും, ശ്രദ്ധിക്കണേ, ആദ്യം ടിഷ്യൂ ദ്രാവകത്തിലേക്ക് മിക്സ് ആവും, അതിനുശേഷം രക്തപ്രവാഹത്തിലേക്കും അതായത് രക്തക്കുഴലുകളിലേക്കും എത്തി അതങ്ങനെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുന്നു, പുറന്തള്ളുന്നു. ക്ലിയർ അല്ലേ? ഡീറ്റെയിൽ ആയിട്ട് ആൻസർ ചെയ്തേ, ഒരു പോയിൻറ്റും മിസ്സാകാൻ പാടില്ല. നെക്സ്റ്റ് ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ലിംഫ്. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല. ബിക്കോസ് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് അല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ്. ഓക്കെ, ദറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലിംഫ്. ശരിയല്ലേ? ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ലിംഫ്. ഓക്കെ, അപ്പോൾ ആൻസർ ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളല്ല ലിംഫിലൂടെ കൊണ്ടുപോകുന്നത്, മറിച്ച് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് ലിംഫിലൂടെ കൊണ്ടുപോകുന്നത്. അത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ലിംഫിൻ്റെ സഹായത്തോടു കൂടിയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നോട്ട് ചെയ്യണേ. ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടു പ്ലേ എ മേജർ റോൾ ഇൻ ഇമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, ലിംഫോസൈറ്റ്സ്, ഞാൻ അന്ന് ക്ലാസ്സിൽ ബി ലിംഫോസൈറ്റ്സിനെ പറ്റിയും ടി ലിംഫോസൈറ്റ്സിനെ പറ്റിയൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? ഓക്കെ, അതൊക്കെ ഓർമ്മിച്ച് വെക്കണം. ഇതിൻ്റെ ആൻസറായിട്ട് എന്താണ് എഴുതുന്നത്? ടു പ്ലേ എ മേജർ റോൾ ഇൻ ഇമ്മ്യൂണിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് പ്രോബബിലി 2 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് എ കാപ്പിലറി. ഓക്കെ, അപ്പോൾ ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ അത് അടയാളപ്പെടുത്താനോ എന്നുള്ള രീതിയിലൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എൻ്റെ മാർക്കും കൺസിഡർ ചെയ്യണം. എത്ര മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളതെന്നും കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം റീഡ്രോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു പിക്ചർ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെപ്പറ്റി പിക്ചറിനെ പറ്റി ബോധർ ചെയ്യേണ്ട. ജസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ മാത്രം നീറ്റായിട്ട് എഴുതിയാൽ മതി. ഇവിടെ എന്താണ് ഡെഫിനേഷൻ? എ കാപ്പിലറി ഹാസ് എ വാൾ formed of a single layer of cells with minute pores and blood flows through it with low pressure and low speed. ഓക്കെ, അപ്പം കാപ്പിലറി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കണം? ആർട്ടറിയും പഠിക്കണം, വെയിനും പഠിക്കണം. ഓക്കെ, നമ്മൾ പ്രതിരോധവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ്. ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ്? പ്രധാന പ്രവർത്തനം? പ്രതിരോധ ശേഷിയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുക. ഓക്കെ, ഈ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു 2 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്താണെന്ന് നമുക്കറിയാം. കാപ്പിലറി വാളിനെ പറ്റി എഴുതാനാണ്. ഓക്കെ, രക്തലോമികകളെ പറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ കട്ടി കുറവാണ്, അതുപോലെ തന്നെ അതിൻ്റെ മർദ്ദം കുറവായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. അതുപോലെ തന്നെ ധമനിയെപ്പറ്റിയും സിരയെപ്പറ്റിയും എന്ത് ചെയ്യണം? എഴുതാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഒരു കാപ്പിലറിയുടെ ഘടന വിവരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഘടന വരയ്ക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ ആ ഘടന കൊടുത്തിട്ട് അത് റീഡ്രോ ചെയ്യാൻ വേണ്ടി പകർത്തി വരയ്ക്കാൻ വേണ്ടിയോ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന ആൻസർ എഴുതി വെച്ചാൽ മതി. ഇനി അങ്ങനെയല്ല, ക്വസ്റ്റ്യനിൽ വരയ്ക്കാനോ അതെടുത്ത് പകർത്തി വരയ്ക്കാനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പിക്ചറും കൂടി നിങ്ങളെ ആൻസറിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, കാപ്പിലറിക്ക് ചെറിയ സുഷിരങ്ങളുണ്ടാവും. അതുപോലെ തന്നെ കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗതയിലുമായിരിക്കും രക്തം കാപ്പിലറിക്കുള്ളിലൂടെ ഒഴുകുന്നത്. ഓക്കെ, രക്തലോമികകളിലൂടെ ഒഴുകുന്നത്. ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യണേ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലെ എല്ലാ പാർട്സിനെ പറ്റിയും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ലിംഫാറ്റിക് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ലിംഫ് വെസൽസ്, ലിംഫ് നോഡ്സ്, സ്പ്ലീൻ, ബോൺ മാരോ ആൻഡ് ഡാഷ്. ഇതിൽ മിസ്സായിട്ടുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണ്? തൈമസ് ഗ്ലാൻഡാണ്. ഓക്കെ, 1 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ തൈമസ് ഗ്ലാൻഡിന് പകരം വേറെ ഏത് വേണമെങ്കിലും മിസ്സിംഗ് ആയിട്ട് ചോദിക്കാം. ഇനി ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. റെഡ് ബ്ലഡ് സെൽസ് ആർ പ്രസൻറ്റ് ഇൻ ദ ലിംഫ്. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ശരിയാണോ? ശരിയല്ല അല്ലേ? ഫോൾസ്. റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾസ് ആർ നോട്ട് സീൻ ഇൻ ലിംഫ്. ഓക്കെ, ക്ലിയർ ആയിട്ടത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ തൈമസ് ഗ്രന്ഥിനെ വിട്ടുപോകാൻ പാടില്ല. അസ്ഥിമജ്ജ എല്ലാം പഠിക്കുന്ന കൂട്ടത്തിൽ ലിംഫ് നോഡുകളിൽ
അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തും കൂടി പഠിക്കണം, തൈമസ് ഗ്രന്ഥിൻ്റെ കാര്യം കൂടി പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. ലിംഫിൽ ചുവന്ന രക്താണുക്കളുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അഥവാ അരുണ രക്താണുക്കളുണ്ട് എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, ചുവന്ന രക്താണുക്കളും വലിയ പ്രോട്ടീൻ തന്മാത്രകളും എവിടെ കാണുന്നില്ല? ലിംഫിൽ കാണുന്നില്ല. ഓക്കെ, അരുണ രക്താണുക്കൾ ലിംഫിൽ കാണുന്നില്ല. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്നത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മാച്ചിങ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ കാണാൻ പോകുന്നത് ആർട്ടറി, വെയിൻ ആണ്, അതുപോലെ തന്നെ കാപ്പിലറി. ഓക്കെ, അപ്പോൾ എന്താണ്? ബ്ലഡ് വെസലിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാറിപ്പോവും. തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ്, ഹൈ പ്രഷർ ആൻഡ് സ്പീഡ്, അതാണ് ഒരു ഓപ്ഷൻ. നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? തിൻ വാൾ, ലോ പ്രഷർ ആൻഡ് സ്പീഡ്, വാൾസ് പ്രസൻറ്റ്. വാൾസ് പ്രസൻ്റ് ആണ് ഇതിൽ. ഇനി തേർഡ് എന്താണ്? സിംഗിൾ ലെയർ ഓഫ് സെൽസ്, മൈന്യൂട്ട് പോസ്, ലോ പ്രഷർ ആൻഡ് സ്പീഡ്. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ കണ്ടു അല്ലേ, ഓൾറെഡി കണ്ടു, പോർസിൻ്റെ കാര്യം കണ്ടു. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആർട്ടറീസിൻ്റെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ്, ഹൈ പ്രഷർ ആൻഡ് സ്പീഡ്. ഓക്കെ, സോ അതിൽ മൂവ്മെൻറ്റ് വരുന്നുണ്ട്, ആർട്ടറീസിൽ ബ്ലഡിൻ്റെ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ഇനി വെയിൻസിൻ്റെ കേസിൽ തിൻ വാളാണ്, ലോ പ്രഷറാണ് ആൻഡ് സ്പീഡ്, വാൾസ് ആർ പ്രസൻറ്റ്. ഓക്കെ, തേർഡ് എന്ന് പറയുന്നത് കാപ്പിലറി ആണ്, സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ്, മൈന്യൂട്ട് പോർസ് പ്രസൻ്റ് ആണ്, ലോ പ്രഷർ ആൻഡ് സ്പീഡ്. ഓക്കെ, കുറഞ്ഞ മർദ്ദമാണ്. ഓക്കെ, ലോ പ്രഷറിലാണ് ഈ ബ്ലഡ് വെസലിൽ എന്തിൻ്റെ പാസേജ് ഉണ്ടാവുക? ബ്ലഡിൻ്റെ പാസേജ് ഉണ്ടാവുക. ഓക്കെ, സോ അതിലെ ബ്ലഡ് പോസ് തന്നെ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ റൈറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. തിക്ക് എന്ന് പറയുന്നത് ആർട്ടറിയാണ്, തിൻ എന്ന് പറയുന്നത് വെയിൻസ് ആണ്. ഓക്കെ, മാറിപ്പോകാൻ പാടില്ല. ഈ 3 ഓപ്ഷനും കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഓക്കെ, ഇനി വരാൻ പോകുന്നത് ഒരു ലാബലിംഗ് ക്വസ്റ്റ്യൻ ആണ്. ദ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ലാബൽ ദ കോമ്പണൻസ് ഓഫ് ദ ലിംഫാറ്റിക് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഫ്ലൂയിഡ് ദാറ്റ് എൻറ്റേഴ്സ് ലിംഫ് കാപ്പിലറീസ്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് വെസൽ ദാറ്റ് ക്യാരി ലിംഫ്. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓർഗൻസ് ദാറ്റ് ഫിൽട്ടർ ലിംഫ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ലിംഫാണ്. ഇനി ലിംഫ് വെസൽസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? വെസൽസ് ദാറ്റ് ക്യാരി ലിംഫ്. ഓക്കെ, ഇനി ലിംഫ് നോട്ട്സ് എന്താണ്? ഓർഗൻസ് ദാറ്റ് ഫിൽട്ടർ ലിംഫ്. ഓക്കെ, മാറിപ്പോകാൻ പാടില്ല, നിർബന്ധമായിട്ട് ഇത് പഠിച്ചിരിക്കണം. നമ്മൾ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നല്ല മാർക്ക് കിട്ടണം. ഓക്കെ, നമുക്കൊരു മാർക്ക് പോലും എവിടെയും മിസ്സാകാൻ പാടില്ല എന്ന് ഉറപ്പുള്ളവർക്ക് ഇത് പഠിക്കാം. ഓക്കെ, ചോദിക്കാനൊരു 45-50% ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും പഠിച്ചോ. ഓക്കെ, സെയിം ക്വസ്റ്റ്യനാണ്. രക്തക്കുഴലുകളെ അതിൻ്റെ സവിശേഷതകളുമായിട്ട് പൊരുത്തപ്പെടുത്തി എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ധമനികളുണ്ട്, സിരയുണ്ട്, കാപ്പിലറി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കട്ടിയുള്ളതും ഇലാസ്തികമായിട്ടുള്ള വാൾസ് ഉള്ളതും, ഓക്കെ, ഇലാസ്തികമായിട്ടുള്ള ഭിത്തി ഉള്ളതും, അതുപോലെ തന്നെ ഉയർന്ന മർദ്ദത്തിലും ഇനി വേഗതയിലും രക്തം സഞ്ചരിക്കുന്നത് ഏത് രക്തക്കുഴലിലൂടെയുള്ളതാണെന്ന് ചോദ്യം. നമുക്കറിയാം, ധമനിയാണ്. ഇനി ബി ഓപ്ഷൻ വരുന്നത് എന്താണ്? സിരകളാണ് അല്ലേ. കുറഞ്ഞ മർദ്ദമായിരിക്കും, അതുപോലെ തന്നെ നേർത്ത ഭിത്തിയായിരിക്കും. രക്തക്കുഴലുകൾക്കുള്ളത് നേർത്ത ഭിത്തിയായിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത് ഒറ്റപ്പാളി മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതിന്? ബ്ലഡ് വെസലിന്. ഓക്കെ, ഒറ്റപ്പാളി മാത്രമുള്ള ഈ രക്തക്കുഴലിലൂടെ രക്തം കടന്നു പോകും, അതുപോലെ തന്നെ അതിൽ എന്തുണ്ടാവും? സുഷിരങ്ങളുണ്ടാവും. ഓക്കെ, കുറഞ്ഞ മർദ്ദവും കൂടിയായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് കാപ്പിലറിയാണ്, അഥവാ രക്തലോമികളാണ്. ലാബലിംഗ് ക്വസ്റ്റനിൽ വരുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഘടകങ്ങൾ ലാബൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിംഫാറ്റിക് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ ഫംഗ്ഷൻ വെച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ലിംഫ് കാപ്പിലറികളിൽ പ്രവേശിക്കുന്ന ദ്രാവകം അതെന്താണ്? ആ ദ്രാവകത്തിൻ്റെ പേരാണ് ചോദിക്കുന്നത്, ആ ഫ്ലൂയിഡിൻ്റെ പേര്. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. ഇനി ബി ആയിട്ട് വരുന്നത് ലിംഫ് വഹിക്കുന്ന വാഹികൾ ഏതാണ്? ആൻസർ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ലിംഫ് വാഹികളാണ്. ഇനി ലിംഫ് ഫിൽട്ടർ ചെയ്യുന്ന അവയവങ്ങൾ ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഏതാണ് അവയവങ്ങൾ? യെസ്, റൈറ്റ് ആൻസറാണ്, ലിംഫ് നോഡുകളാണ്. ഓക്കെ, അപ്പോൾ ആൻസറെല്ലാം കൃത്യമായിട്ട് എഴുതണം, ഒന്നും മിസ്സാകാൻ പാടില്ല. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ച ഹാർട്ടിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ലെറ്റർ ഇൻഡിക്കേറ്റ്സ് പൾമണറി ആർട്ടറി എന്നുള്ളതാണ്. ഏതാണ്? എ ആണ് അല്ലേ. ഇനി വിച്ച് ബ്ലഡ് വെസൽ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ലെറ്റർ ഡി. ഏതാണ്? യെസ്, അയോട്ടയാണ്. ഇനി ഡസ് ബ്ലഡ് ദാറ്റ് എൻറ്റേർഡ് ദ വെൻട്രിക്കിൾസ് റിട്ടേൺ ടു ദ ഏട്രിയ. വൈ? ബിക്കോസ് അവിടെ കസ്പിഡ് വാൽസ് പ്രസൻ്റ് ആണ്. ഇനി വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡബിൾ സർക്കുലേഷൻ ഇൻ ഹ്യൂമൻ? നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചതാണ്, അത് കൃത്യമായിട്ട് അതിൻ്റെ ആൻസറിൽ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എ എന്താണ്? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ആണ്, ദെൻ ഹെപ്പാറ്റിക് വെയിൻ ആണ്, ദെൻ
വീനക്കാവയാണ്, അതായത് മഹാസിരയാണ്. ഓക്കെ, മാറിപ്പോകാൻ പാടില്ല. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ലിംഫാറ്റിക് സിസ്റ്റം. ഓക്കെ, മാറിപ്പോകാൻ പാടില്ല, ശ്രദ്ധിക്കണം. ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, എൻട്രി ഓഫ് സൂക്രോസ് ഇൻ ടു ദ സീവ് ട്യൂബ്. ഓക്കെ, ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം നൽകേണ്ടത്. ഒന്നാമത്തെ ചോദ്യം ശ്വാസകോശ ധമനിയെ സൂചിപ്പിക്കുന്ന അക്ഷരം ഏതാണ് എന്നുള്ളതാണ്. ലെറ്റർ എ ആണ്. ഓക്കെ, ഇനി ഡി എന്ന അക്ഷരം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? മഹാധമനി. വെൻട്രിക്കിൾസിൽ നിന്നും തിരിച്ച് രക്തം പ്രവേശിക്കാതിരിക്കാനുള്ള കാരണം വാൽവ്സ് പ്രസൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, കസ്പിഡ് വാൽവുകളുടെ പ്രസൻസ് ആണ്. ഇനി ചോദിക്കുന്നത് മനുഷ്യനിലെ ദ്വിപര്യനത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതാണ്. ഡബിൾ സർക്കുലേഷനാണ്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഓക്കെ, പ്രധാനമായും ഓക്സിജൻ്റെ സംവഹനവും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സംവഹനവും എഴുതാൻ മറന്നു പോകാൻ പാടില്ല. ഓക്കെ, മാർക്കിനനുസരിച്ച് അതിനുള്ള ആൻസർ കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ പോഷക ഘടകങ്ങളുടെ സഞ്ചാരപാതയാണ്. അത് എവിടെ തൊട്ട്? ചെറുകുടൽ തൊട്ട് ഹൃദയം വരെയുള്ള സഞ്ചാരപാതയാണ്. ചെറുകുടൽ. എ എന്ന് പറയുന്നത് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. ഓക്കെ, ഹെപ്പാറ്റിക് പോർട്ടൽ സിര. ബി എന്ന് പറയുന്നത് ഹെപ്പാറ്റിക് സിര. സി എന്ന് പറയുന്നത് മഹാസിര അഥവാ വീനക്കാവയാണ്. ഓക്കെ, കൃത്യമായിട്ട് എഴുതണേ. ഇനി ചെറുകുടലിൽ നിന്ന് ആഗിരണം ചെയ്യപ്പെടുന്ന എല്ലാ പോഷക ഘടകങ്ങൾക്കും ഇതേ സഞ്ചാരപാതയാണ് ഉള്ളത്. വിശദമാക്കുക എന്നാണ് ചോദ്യം. ആണോ? അല്ല. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലിംഫ് വ്യവസ്ഥ വഴിയാണ് സംവഹനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഉത്തരവും എഴുതിയിട്ടുണ്ടാകണം. ഓക്കെ, അടുത്ത ചോദ്യം സസ്യങ്ങളിലെ സംവഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. താഴെ പറയുന്നവയിൽ ഊർജ്ജം ഉപയോഗിച്ച് നടക്കുന്ന പ്രവർത്തനം ഏതാണ്? സീവ് നാളികളിലേക്കുള്ള സൂക്രോസിൻ്റെ പ്രവേശനമാണ്. അപ്പോൾ അവിടെ ബാക്കി 3 ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി നിങ്ങൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്, ഊർജ്ജം ഉപയോഗിച്ചിട്ടാണോ, അതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 3 സെഷൻസായിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അനലൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുന്നത് പോലെ പഠിക്കുക. ഫസ്റ്റ് ടൈം എക്സാം നന്നായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ ക്ലാസ്സസ് ആണ്. ഓക്കെ, നിങ്ങൾ പറ്റുന്ന എഫേർട്ട് എടുത്ത് നിങ്ങൾ പഠിക്കണം. ഈ എക്സാം കഴിയുന്നതോടുകൂടി നമ്മൾ അടുത്ത ലെവലിലേക്ക് കടക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ അടുത്ത പോർഷനാണ് പിന്നെ വരാൻ പോകുന്നത്. ഹ്യൂമൻ ബോഡിയിലെ ബ്രീത്തിങ്, അതുപോലെ തന്നെ എക്സ്ക്രീഷൻ, പിന്നെ അങ്ങോട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും അവിടെ വെച്ച് കാണാം. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ഓണം എക്സാം അറ്റൻഡ് ചെയ്യണം. നമ്മളെ ക്ലാസ് കണ്ടതിനുള്ള എല്ലാ റിസൾട്ടും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്ത് ഹെൽപ്പിന് വേണമെങ്കിലും നിങ്ങൾക്ക് സംശയം ചോദിക്കാം. എന്നെക്കൊണ്ടാകുന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.